പ്രിയ എഴുത്തുകാരി KR മീരയുടെ സ്വച്ഛ ഭാരതി എന്ന കഥയുടെ സ്വതന്ത്ര നാടകാവിഷ്കാരം. ഞാൻ അറിഞ്ഞിരുന്നില്ല. യുദ്ധം അതിപ്പില്ല, പക്ഷേ ഉടനെ ഉണ്ടാകും. തെരഞ്ഞെടുപ്പ് വരുമ്പോഴോ അല്ലെങ്കിൽ ഞങ്ങളുടെ നിലനിൽപ്പിന് എന്തെങ്കിലും കോട്ടം സംഭവിക്കുന്നു ഞങ്ങൾക്ക് തോന്നിത്തുടങ്ങിയാൽ ഞങ്ങളുടെ ഒപ്പം യുദ്ധം ചെയ്യും. പിന്നെ എല്ലാവരും ദേശസ്നേഹികളാകും. ഓഹോ, അപ്പൊ അതാണ് യുദ്ധത്തിന്റെ ഗുഡ് സെൻസ്. യുദ്ധക്കാരനാൾക്കല്ലേ നിങ്ങൾ മാറിയട്ടെ.
വരുമ്പോ ഈ പെണ്ണുങ്ങൾ എന്നെ ഇങ്ങോട്ട് തളർത്താണ്. കൊച്ചാപ്പൂട്ടാ തളരരുത്, കൊച്ചാപ്പൂട്ടാ തളരരുത്. Proceed. എടീ ഭാരതി, എന്താണോ എനിക്കത് വെള്ളം തരൂ. ദാഹിച്ചിട്ട് വയ്യ. ഈ കഞ്ഞികളെ ഞാൻ നിങ്ങൾക്ക് തരാൻ കൊണ്ടുള്ളതല്ല, ഇതേ എന്റെ തുണിയോളിൽ വെക്കാനുള്ളതാ. ഇതാ ഭാരതി, നിന്റെ ഈ തുണികളെക്കാളും ദാഹം ഈ കൊച്ചാപ്പൂവിനാണ് പെണ്ണെ. അയ്യോ ഭാരതി, ഭാരതി, അടുപ്പിക്കല്ലേ? ഭാരതി, ആ, ഭാരതി. എനിക്കറിയാം നീ എന്നെ പറ്റിക്കാണല്ലേ. ഭാരതി, എന്റെ പെണ്ണെ, ഈ കഞ്ഞിവെള്ളം എനിക്ക് സ്ഥിരമായിട്ട് വെച്ച് തന്നുകൂടെ? അതെ 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 ചോദിക്കാൻ പറയുന്ന ആരെങ്കിലും വെച്ചിട്ടേ ഈ ഭർത്താവ് വൃത്തി വേണ്ടാതിന് പറയാനേ. കൊച്ചാപ്പു ഈ നാട്ടിൽ വരുത്തനായിരിക്കാം, ആണല്ലോ. പക്ഷേ എന്റെ സ്നേഹം ഈ തുണികളെക്കാൾ നിന്നോട് ചേർന്ന് നിൽക്കും പെണ്ണേ. ഏയ്, നോക്കണത്? ഒരു ഇത്തിരി കഞ്ഞിവെള്ളം ഇരാതിന് മുക്കി ചൂടി നിനക്ക് അലക്കുകാരിയാണത്രേ, അലക്കുകാരി. എന്നാ പിന്നെ നിങ്ങൾക്ക് അത് ചെയ്തൂടെ? ഇതെല്ലാം ഞാൻ തന്നെ ചെയ്യണോ? ഒരു 100 കൂട്ടം പണികളുടെ ഇടയില് എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് ചെയ്ത് അവസാനിപ്പിക്കാന്ന് വെക്കുമ്പോ കുറ്റം പറയുമ്പോ മനസ്സിലായേ? ഓ, നേരം വെളുക്കുമ്പോ തുടങ്ങും കുടിയും പറ്റി. ഒന്ന് വന്ന് സഹായിക്കും മനുഷ്യനെ. ഇത് എന്തൊരു കൂത്താണേ! ഒരു മോളാണ് വലുതായി പറഞ്ഞേ. പറഞ്ഞ തോറ്റു. നീയൊക്കെ എത്ര അലിക്ക് വിളിപ്പിക്കാൻ നോക്കിയാലും നിന്റെ ജീവിതമൊന്നും ഇത് വെളുക്കാൻ പോണില്ല. അലക്കാത്ത തുണിയും വെളുക്കാത്ത ജീവിതവും
ഒന്നിനും കൊല്ലില്ലാട്ടാ. എടേ, അവളുടെ ഒരു വേദാന്തം, ഒരു സുന്ദരി കഥ എനിക്ക് മടുത്തു എന്ന് പറഞ്ഞ മടുത്തു. എനിക്ക് മടുത്തു. അല്ലെങ്കിലും എല്ലാം സ്വന്താക്കണവരെ കൊതിയുള്ളൂ. സ്വന്തായി കഴിഞ്ഞപ്പോഴേ മടുത്തു അത്രേ. മടുത്തു എന്ന് പറഞ്ഞ അതിനർത്ഥം മടുത്തു എന്ന് തന്നെയാ. കേട്ടേ മയിലേ? അല്ല പട്ടേപാടല്ലേ ഇത്? ഇത് പട്ടേപാടൊക്കെ തന്നെയാ. പക്ഷെ നിങ്ങൾ തിരിച്ച് ചായക്കടയിലേക്ക് വാ. എന്താ നീ പറഞ്ഞ? നീ വഴി വരവുണ്ടോ? ഈ കട ഒന്നും തുറക്കുന്നുണ്ട്. നിങ്ങൾ അവിടെ പഞ്ചായത്ത് നിൽക്കാണ്ട് ഒരു പൊടിക്കട്ടെ എടുത്തേ. പൊടിക്കട്ടെ ഒന്നും മിണ്ടാടി. ഇത് കട തുറന്നതിനകത്ത് ഞാൻ വെള്ളം ചൂടാ. ശങ്കരേട്ടാ, ഓ എനിക്ക് എന്റെ സരസു, നിന്റെ കാര്യം എനിക്കറിയില്ലേ. വെള്ളം കുറച്ച് പഞ്ചാര ഇട്ട് കൂടുതൽ പാലൊഴിച്ച് ശങ്കരേട്ടന്റെ ഒരു സ്പെഷ്യൽ ചായ അങ്ങോട്ട് തരില്ലേ? എല്ലാം എന്റെ ശങ്കരേട്ടന്റെ ഹിത പോലെ. ഇന്ന് നിന്റെ ഹിതം ഞാൻ നടപ്പിലാക്കും. ഇവിടെ കളിക്കാനൊന്നുമില്ലേ? കടിക്കാനാ? അല്ല പോയ ഇവിടെ കുറെ പട്ടികൾ ഉണ്ടായില്ലേ കടിക്കാൻ? ഓ പിന്നെ പഴംപൊരി ഉണ്ട്, പരിപ്പടി ഉണ്ട്, സുഗീനുണ്ട്. ഒരു പഴംപൊരി തന്നേടി. അതവിടെ വെച്ച അവിടെ വെച്ച സരസിന് ഞാൻ കൊടുത്തോളാം. സരസു, നിനക്ക് ഞാനേ
നല്ലൊരു പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ കഴിച്ചോട് നോക്കട്ടാ. നിനക്ക് സ്പെഷ്യൽ ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ സ്പെഷ്യൽ ചായ കുടിക്കട്ടാ. ഒരു ശരത്തും ശങ്കുരും. പട്ടപ്പാടത്തിന്റെ പ്രണയ ജോഡികളാണ്. സരസു, ഈ നാട്ടുകാര് എന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ. സ്റ്റുപ്പിഡ് ഫെല്ലോസ്. അല്ല, അത് പറഞ്ഞപ്പോഴേ രമണിയെ, നിങ്ങളുടെ കോളനിയില് എന്തൊക്കെ ഓളെ കുറിച്ചൊരു വർത്താനം കേട്ടില്ല. ഇങ്ങോട്ട് കൊണ്ടാ കൊണ്ടായി. എന്ത് പറയാനാ ശങ്കരേട്ടാ, ഓള് ഒരുമ്പിട്ട് ഇറങ്ങിയേക്കാന്നേ. അതെ, പ്രേമിച്ചു കെട്ടിട്ട് കുറച്ച് കാലയിലായിട്ടല്ലോ. എന്നിട്ട് അവള് അപ്പൊ കൊച്ചാപ്പൂ വെറും കൊച്ചാപ്പൊന്നല്ല ശങ്കരേട്ടോ, മിലിറ്ററി കൊച്ചാപ്പ്. അല്ല, ഈ കൊച്ചാപ്പ് ഭാരതീയ ഉപയോഗിക്കാൻ എന്താ കാരണം? അവളുടെ അഹമ്മദി അതല്ലേ. ശങ്കരേട്ടാ, അത് പറഞ്ഞപ്പോഴാ അതല്ല, ആ പുഴയ്ക്ക് അക്കരയില്ല മേത്തന ഇപ്പൊ ഭാരതിയുടെ പറ്റുപടി. ഓ, ഇനി സെയ്തലവിയുടെ ഒരു കാലം. നീ സുന്ദരി ആയതുകൊണ്ടാ പെണ്ണേ. എനിക്കൊരു കൂട്ട് വേണം തന്നെ. നന്മയുള്ള നിന്നെ കണ്ടപ്പോ എന്ത് നന്മ! ഒരിക്കലും ഒരബദ്ധം പറ്റിയതാ. ഒരാളെ വിശ്വസിച്ച് പോയി. ഒരു കൊച്ചുണ്ടായിപ്പോ മൂട്ടിലെ പൊടിയും തട്ടി അയാളൊക്കെ പോയി. അതെന്റെ വിഷയമല്ല പെണ്ണേ. ആണുങ്ങളെ വിശ്വസിക്കാൻ കൊള്ളില്ല. പറച്ച തമ്പുരാനാണ് എന്നെ ഞാൻ പൊന്നുപോലെ നോക്കും. വല്ലവന്റെ മുഷിഞ്ഞ തുണി അലക്കി വെളുപ്പിച്ച ഞാനും എന്റെ മോളും ജീവിക്കണം തന്നെ. ചിലപ്പോഴൊക്കെ വല്ലാണ്ടങ്ങ് തളർന്നു പോവും. ഇനി തളർന്നു പോകും. ഞാൻ ഉണ്ടാവും വീട്ടില്. സത്യം സത്യം, നീയാണേ സത്യം. നിനക്കറിയാം, ചെറുപ്പത്തിലെ ഞാൻ നാട് വിട്ടതാണ്. വീട്ടിലും പട്ടിണി, നാട്ടിലും പട്ടിണി. വിശന്ന് ചാവുന്നായപ്പോ ഒരു കടപ്പുറത്ത് നിന്ന് കടലിലേക്ക് ഒറ്റ ചാട്ടം. അതാണ് മോളെ നമ്മുടെ ചക്കൂറ്റം. ചത്താ തീരില്ലേ ചങ്കുറ്റ? അങ്ങനെ നമ്മൾ ഒരു ചങ്ങാടത്തിന്റെ കഴിവ് അവിടെ നിന്ന് തുഴഞ്ഞ് നമ്മൾ തളർന്നു. ആഗ്രാവായപ്പോ ഒരു 10 മാലിയുടെ വെളിച്ചം പടത്ത് നമ്മള് നേരെ നീട്ടി. ആ 10 മാലി നമ്മളെങ്ങനെയോ കയറിപ്പറ്റി
കൽക്കണ്ടക്കനിയുള്ള സുവർഗത്തിന്റെ മണലാരണത്തിൽ നമ്മളെത്തിച്ചേർന്ന്. എനിക്ക് കൊതിയാവണം. എന്ത് രസായിരിക്കൂലേ. കത്തിച്ചാക്കത്തുന്ന വെയില് മനുഷ്യനിങ്ങനെ ഉരുകി തീരുമ്പോ എന്നാലും അത്തറിന്റെ മണുള്ള കായ് ഉണ്ടാക്കാലോ. കായ് കൂലിപ്പണിയെടുത്തും കക്കൂസ കഴുകിയും കണ്ണെത്താ ദൂരത്ത് മരുഭൂമിയിൽ ഒട്ടകങ്ങളോടൊപ്പം നടന്നും തളർന്നും നമ്മള് കായിങ്ങനെ വാരിക്കൊണ്ടേയിരുന്ന്. അത് നന്നായി. എങ്ങനെ ഉണ്ടാക്കിന്നല്ല, കയ്യില് കായുണ്ടോ അതാണ് കാര്യം. നമ്മള് നാടിനെയും വീടിനെയും പട്ടിണിയിൽ നിന്ന് കരകയറ്റി പുത്തൻ വീടുകളും അത്തറിന്റെ മണമുള്ള പേർഷ്യൻ തുണിത്തരങ്ങൾ കൊണ്ട് നമ്മുടെ നാട് നിറഞ്ഞ്. പക്ഷെങ്കിൽ നമുക്കൊരു ജീവിതം ഉണ്ടായില്ല പെണ്ണെ. വല്ലാണ്ടങ്ങ് തളർന്നു പോകുമ്പോ ഒരു കൂട്ടുമോഹിക്കുന്നത് തെറ്റാണോ? ഇനി തളരുമ്പോ ഞാൻ ഉണ്ടാവും കൂട്ടിന്. സത്യം സത്യം. എന്നും എന്നും എപ്പോഴും എപ്പോഴും. നിങ്ങളിനി നാട്ടിൽ നിൽക്കണ്ട. ഗൾഫിൽ പോയി ഒരുപാട് കായ് ഉണ്ടാക്കണം. കുട്ടികളെ വളർത്തണ്ടേ, ജീവിതം സുഖാക്കണ്ടേ. ഇനിയും മരുഭൂമിയിൽ ഒറ്റയ്ക്ക് വേണം. നിങ്ങളുടെ കായ് കൊണ്ട് ഈ നാട് മാറണം, വീട് മാറണം. നിങ്ങൾ പോയിക്കോളി. ഞാൻ കായിന് വേണ്ടേ? കായനെ വേണല്ലോ. കായനെ വേണല്ലോ. സന്യാസി ഈ യോഗ ചെയ്യുമ്പോ എന്തൊരു നെഞ്ചു വിരിവ്, 56 ഇഞ്ചല്ലേ നെഞ്ചളവ് എന്റെ സന്യാസി. യോഗ അത് യോഗ ചെയ്യും. നമ്മുടെ ഭാരതത്തിന് ഒരു സംസ്കാരമുണ്ട്, സനാതനത. ആരടി നട്ടുപതിക്ക് പുറത്തേക്ക് കിട്ടിട്ടറിയണേ നായിന്റെ മക്കള്. സംസ്കാരത്തിൽ സംസാരിച്ചുകൂടെ? അമ്പു തന്റെ ഈ ഒരു മാതിരി കാണാകൂടാതെ കാട്ടിക്കൂട്ടിലിട്ടില്ല. അത് ബാക്കിയുള്ള ഓർക്കം തന്നിട്ട് അല്ലട വേണ്ടത്. ഒരു അമ്പു സംസ്കാരം എന്നാ പറയണ്ട. എന്റെ ബന്ധുക്കാരാ, നമ്മളെ പറയില്ലേ ദേശക്കാര് നാട്ടുകാരെന്നൊക്കെ, അതുപോലെ തുണിയലക്ക പണി. തുണിയലക്ക തുണിയാ? ഒരു തുണി പിടിച്ചെടുക്കാൻ ഞാൻ പെട്ട പാട്. അതേത് തുണി? അധികാരത്തിന്റെ തുണി. പതാക പതാക. ബോലോ രാജ്യസ്നേഹം, ബോലോ. ഏത് കുറുക്കൻ എന്നോട് ഓരിട്ട് നാശങ്ങള്. ഇവറ്റങ്ങളെ കൊണ്ട് വലിയ ശല്യ സ്വാമി, എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കി തരണം. ഒഴിവാക്കാം. അമ്പു പറഞ്ഞ ആ പച്ചക്കട ഈ നാട്ടിൽ നിന്ന് തന്നെ ഒഴിവാക്കാം. അതേത് തന്ത്രം? തന്ത്രങ്ങളുടെ താമര.
വിരിയാൻ തുടങ്ങുന്നതേയുള്ളൂ. ആ വീടിന്റെ നാഥനാവുക. ഗൃഹനാഥനോ? അതെ. എന്നാൽ സന്യാസി ദാരിദ്ര്യരേഖയ്ക്ക് താഴേക്ക് ഇറങ്ങിച്ചെന്ന് നാഥനായാലും കരഞ്ഞിടല്ലേ കരിമുകിലേ നീ, കരഞ്ഞു തീർക്കാൻ ഉണ്ടോ ജീവിതം. എന്നിട്ട് ഉള്ള ജീവിതം കരഞ്ഞു തീർക്കാമോ? അല്ലെങ്കിൽ ഈ ആലക്കണ പോകത്തേക്ക് കളിക്കും. തുണിയിലെ ജലത്തിന് അശുദ്ധി ഇല്ല കുട്ടി. അതെല്ലേ, എന്നാലേ കുറച്ച് ജലാഭിഷേകം അങ്ങോട്ട് ആവാട്. ആയിക്കോട്ടെ. ഇഷ്ടായി, ഒരുപാട് ഇഷ്ടായി ഈ അടക്കുകാരി. കരഞ്ഞിടല്ലേ കരിമുകിലേ നീ, കരഞ്ഞു തീർക്കാൻ ഉണ്ടോ ജീവിതം, ഉള്ള ജീവിതം കരഞ്ഞു തീർക്കാമോ? ആ കഥ കേട്ട് നടുങ്ങി ഞാൻ നടുകടലിൽ കര കാണാതായൻ ജീവിതം. ജീവിച്ചതു കൊതി തീർന്നില്ല, ജീവിതം എന്തെന്നാലറിയില്ല. ജീവിക്കാൻ മാത്രം ഇവളതു മറന്നു പോയൊരു ജന്മം അതാണ്. ജനിച്ച വഴിയതു പെരുവഴിയാണ്, ചേറിൽ പൊന്തിയ ജീവിതമാണ്. സുഖമറിയാത്തൊരു ജന്മം ഇവളാണ്. ഞാനുണ്ടൊരു ജന്മം ജനിച്ചു പോയി ഭൂമിക്കതു ഞാൻ ഭാരമായിന്നു തീരുമോ? കരഞ്ഞിടല്ലേ കരിമുകിലേ നീ, കരഞ്ഞു തീർക്കാൻ ഉണ്ടോ ജീവിതം, ഉള്ള ജീവിതം കരഞ്ഞു തീർക്കാമോ? ആ കഥ കേട്ട് നടുങ്ങി ഞാൻ നടുകടലിൽ കര കാണാതായൻ ജീവിതം. ജീവിച്ചതു കൊതി തേങ്ങില്ല, ജീവിതം എന്തെന്നാലറിയില്ല. ജീവിക്കാൻ മാത്രം ഇവളതു മറന്നു പോയൊരു ജന്മം അതാണ്. ജനിച്ച വഴിയതു ഈ വയസ്സാം കാലത്ത് തൊള്ളക്കുന്നത് എന്തിന്റെ കേടാണ്? 1 കെട്ടി 2 കെട്ടി 3 കെട്ടി. ബാക്കിയുള്ളവർക്ക് നാട്ടുകാരുടെ മുഖത്ത് നോക്കാൻ പറ്റാതെ. എടിയേ ഇവിടെ ഉണ്ടായിരുന്ന ആടി ഈ 2, 3 കെട്ടണതൊക്കെ എന്താ ഇഷ്ടാടി? അതിന് ഈ നാട്ടുകാർക്ക് എന്താ ഛേദം? ഒരു ഛേദമില്ലാലേ. ഉളുപ്പ് വേണം, നല്ല ഉളുപ്പ്. അല്ലെങ്കിൽ പഴന്തുണി പോലെ പിന്നിപ്പോവും ജീവിതം. ഇന്ന് അധിക പ്രസംഗം നടത്താണ്ടേ ഒരു നാട്ടുപുതിയ രസത്തെ കേക്കണ്ടാ. തീ ഊതി ഊതി എന്റെ തൊണ്ട പൊട്ടാറായി. തീയൂതണതേ നല്ലതാടി. നല്ല എണ്ണം പറഞ്ഞൊരു മണ്ണെണ്ണ സ്റ്റവ് ഉണ്ടായിരുന്ന തള്ളയുടെ പുതിയ കെട്ടിയോനെ മണ്ണെണ്ണ മണം പിടിക്കില്ല എന്നും പറഞ്ഞ് കൊണ്ടുപോയി വിറ്റില്ലേ തള്ള? നിങ്ങൾ എന്താ പറഞ്ഞോന് ഒന്ന് പറയണ്ടേ? കാണിച്ചു വെച്ചാണ്. ഒരു ഉറക്കം കഴിയുമ്പോഴേ അയാൾ ഓരോ പുതിയ നയമ ഉണ്ടാക്കി കൊണ്ടുവരും. പറയോ ഓരോഞ്ഞ സംസ്കൃതത്തില്. സന്യാസിനെ പോലൊരാളെ കിട്ടിയതേ നമ്മടെ ഭാഗ്യാടി. ചാരായം കൂടി ഉണ്ട് അങ്ങേർക്ക്? ഇണ്ടാ? എനിക്കറിയില്ല. ഇല്ല. ബീഡി കൂടി ഉണ്ടാ, സിഗരറ്റ് കൂടി ഉണ്ടാ, കഞ്ചാവ് കൂടി ഉണ്ടാ? ഇണ്ടാന്ന്? ഇല്ല. എന്തിനേറെ നമ്മടെ അയ്യരുടെ ചായക്കടയില് ചായ അടിച്ചിരുന്ന ആളായിട്ട് കൂടി ഒരു കട്ടൻ ചായ കുടിച്ച് നിങ്ങളെ കണ്ടിട്ടുണ്ടാ? ഇണ്ടാന്ന്?
ഓ ഈ തൊള്ളക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ? ഇല്ലാന്ന്. അതാ പറഞ്ഞേ, സന്യാസിയെ പോലെ ഒരാളെ പറ്റി അപവാദം പറഞ്ഞാലേ നിനക്ക് ദൈവശാപം ഉറപ്പാടി. ദൈവശാപം ഉണ്ടായിരുന്ന മണ്ണെണ്ണ സ്റ്റൗവിറ്റ കാശും കൊണ്ട് അയാള് പോയില്ലേ കള്ളെ? എന്നിട്ട് നിങ്ങൾ പഠിച്ച ഇനിയും കൊടുക്കും. സന്യാസിയച്ഛൻ ചോദിച്ചാലേ ഞാൻ എന്തും കൊടുക്കും. കൊടുക്ക്. എല്ലാം കൊടുക്കും. എവിടെയേ മണ്ണെണ്ണ സ്റ്റൗ പോണെങ്കിൽ പോട്ടിടി, ഗ്യാസ് വരെ കൊണ്ടുവരേണ്ട സന്യാസിയച്ഛൻ. നുണ പറഞ്ഞു പറഞ്ഞ് അയാള് കാശ് വിടുമെന്നൊക്കെ മനസ്സിലാണല്ലോ തള്ളെ. സ്റ്റവ് പോയിട്ടെ വല്ല ഏഴായി. ഇനി ഒരു ഗ്യാസും വലിയൊരുമായി ഒരു മണ്ണാങ്കട്ടി വരില്ല. എടി സന്യാസിനെ പറ്റി അപവാദം പറയണ. കുടുംബസ്നേഹം ഇല്ലാത്തവരെ ഈ വീട്ടിൽ നിൽക്കണ്ടേ. നീ വല്ല പാകിസ്ഥാനിലേക്ക് പോടി. അയ്യോ സന്യാസിച്ചൻ വന്നാട്ടെ വന്നാട്ടെ. വന്നാട്ടെ സന്യാസിച്ചാ. സൈക്കിളില്ല അന്ന് വന്ന് അടുക്കളയിലും കേറിയ സഹിക്കാൻ പറ്റണില്ല. ഒന്നും ഉണ്ടായി കുരുപ്പായി. ഇവിടെ ആസന്ന പൊള്ളിയിരിക്കുമ്പോഴാ അവിടെ ഒരു അയ്യോ പൊള്ളിയോ? പൊള്ളി. എന്റെ ഈശ്വരാ. ഭാര്യമേ, ഈ വീടിന് ഒരു ശാപമുണ്ട്. ആൺമക്കള് വാഴില്ലാന്നുള്ള ശാപം. അയ്യോ ആണോ? അല്ല സന്യാസിച്ചാ, ഇതിനിപ്പോ വേറെ പരിഹാരമൊന്നും ഇല്ലേ? പരിഹാരം ഉണ്ടല്ലോ. എടി മോളെ ഓടി വാടി, ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. ചന്ദ്രശേഖരേരതി പ്രദക്ഷിണം മമ ധർമ്മ കാണുന്നുണ്ട്. കാണണമല്ലോ. ഭാർഗവമേ, ഓ ഈ വീടിന്റെ തെക്കു കിഴക്കേ കോണിൽ ഒരു ജലസ്രോതസ്സില്ലേ? നമ്മള് വെള്ളം കോരണ നമ്മുടെ കിണറേ. അതാണ് പ്രശ്നം. അല്ല സന്യാസിച്ചാ, ഒരു വേലി കെട്ടി ആ കിണർ അപ്പുറത്തെ പറമ്പിലേക്ക് മാറ്റിയാൽ കുറച്ചൊക്കെ ശാപം കുറഞ്ഞു. അല്ല അതങ്ങോട്ട് വേലി കെട്ടി മാറ്റിയാ അമ്പുവിന്റെ പറമ്പിലേക്ക് ആവില്ലേ? ആയിക്കോട്ടെ, അത് മലിനജലമല്ലേ നിങ്ങൾക്ക് കുടിക്കാൻ. ശുദ്ധമായ ഗംഗാജലം നമ്മുടെ ദിവ്യശക്തി കൊണ്ട് ഇവിടെ എത്തിക്കും. ക്യാഷ് കൊടുക്കേണ്ടി വരും. ക്യാഷ് വെള്ളത്തിന് പൈസയാ? എന്റെ ഭാര്യമേ, നിസ്സാരം നിസ്സാര പൈസ. അതൊന്നല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. ഭാര്യമ്മയുടെ വയറ്റിൽ ഒരു അന്യമതസ്ഥന്റെ വിത്ത് കുരുത്തതാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം. അന്യമതസ്ഥന്റെ വിത്ത? എന്നാലും എന്റെ സെയ്താലിക്ക എന്നോട് ഈ ചതി.
അല്ലാണ്ട് ഇവിടെ വേറെ വരുമാന മാർഗൊന്നും ഇല്ലേ? ഭാരതിയമ്മേ, നോമൊരു ദരിദ്ര സന്യാസി, നമ്മുടെ സമ്പാദ്യമെല്ലാം ഈ നാടിനു സമർപ്പിച്ച ദരിദ്ര സന്യാസി. മതി മതി സന്യാസിന്റെ കാര്യത്തിലേക്ക് വന്നു. ഇത് ഇത്തരത്തിലൊരു പ്രശ്നമായതുകൊണ്ട് ഒരൊറ്റ പരിഹാരം മാത്രമേ ഉള്ളൂ. രാംലല്ലയ്ക്കൊരു വഴിപാട്. പിന്നെ ഇതിങ്ങനത്തെ ഒരു ശാപമായതുകൊണ്ട് ഭവതി തുണി ഇളക്കി കിട്ടുന്നതിന്റെ പകുതി എങ്കിലും തരേണ്ടി വരും. അമ്മ, അപ്പൊ നമ്മളെങ്ങനെ ജീവിക്കുക? അത് ഞാൻ പറഞ്ഞുതരാം. അതെ, ഇങ്ങനെ ഇരിക്ക. ശ്വാസം മേലോട്ട് വലിക്ക. എന്നിട്ട് അങ്ങോട്ട് വിഴുങ്ങിക്കൊടി. അപ്പൊ ഒരു സുഖം കിട്ടൂലേ? കിട്ടൂ. മിണ്ടാതിട്ട് കഴിഞ്ഞാൽ ഭാരതിയമ്മേ, നാം ഒരു ദരിദ്ര സന്യാസി, നമ്മുടെ സമ്പാദ്യമെല്ലാം ഈ നാടിനു സമർപ്പിച്ച ദരിദ്ര സന്യാസി. സന്യാസേഷൻ കരയാണോ? കരയണ്ട സന്യാസി. നമുക്ക് ഒരു വഴി ഉണ്ടാക്കാനേ. ആണോ? എന്നാ പെട്ടെന്നായിക്കോട്ടെ. രാവണന്റെ നെഞ്ചിലിടുക്കിയായി വല്ലാതെ മോഹമുണർന്നു മൈഥിലിയെ കട്ടതുകൊണ്ട് എന്തെല്ലാം മുകില് വന്നെന്റെ കൈലാസനാഥ കുഞ്ഞുമകൻ മേഘനാഥനും പോയതല്ലോ കാലപുരി തന്നിൽ പശ്ചാത്താപം നിറയണ് രാമന്റെ ശരമുനയാൽ മോക്ഷത്തിൻ പടി കടക്കാൻ മോഹമുദിച്ചല്ലോ. ദശമുഖനോ മോക്ഷത്തിനൊരു പടി കടന്നയ്യ, കൊയ്തെടുത്തു ശ്രീരാമൻ രണ്ടാം ശിരസയ്യ. ദശമുഖനോ മോക്ഷത്തിനിരുപടി കടന്നയ്യ. ആഞ്ജനേയ സ്വാമി അരികത്ത് രാമരാമേതി ജപിച്ചങ്ങു നിന്നു. ലക്ഷ്മണന്റെ ഉള്ളിനകത്തൊരു പുത്തിരി കത്തി വിരിഞ്ഞങ്ങു നിന്നു. നേരമതയും ലങ്കേശൻ രാവണന്റെ നെഞ്ചിലിടുക്കിയായി വല്ലാതെ മോഹമുണർന്നു മൈഥിലിയെ കട്ടതുകൊണ്ട് എന്തെല്ലാം മുകില് വന്നെന്റെ കൈലാസനാഥ. ഇനിയും കാണുമല്ലോ. തീർന്നു സന്യാസിച്ച മുക്കിലും മൂലയിലും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഇനിയും കാണുമല്ലോ. ഇല്ല എന്റെ സന്യാസിച്ച ആകെ ഉണ്ടായിരുന്ന രാമായണവും ഖുറാനും കാശ് കുടിക്കും അരിക്കലോ ഒക്കെ തപ്പി. ഇനി വീട്ടിലൊരു ചില്ലി കാശില്ല. ഇല്ല സന്യാസിച്ച. സന്യാസി അച്ഛനാ ഈ സന്യാസി പാപ്പാന്ന് വിളിക്കണേ. എന്തിന്റെ കേടാ? അല്ലേലും നമുക്കൊരു നല്ല കാലം വരില്ലേ? ഭാരതി, ഞാൻ നിനക്ക് ഒരു മണി ഓർഡർ അയക്കുകയാണ്. നമ്മുടെ മക്കൾ വളർന്നു വരല്ലേ, വീട് കുറച്ചുകൂടി സുരക്ഷിതമാക്കണം. അതിനായി നീ ഈ തുക വിനിയോഗിക്കണം. നിനക്കറിയാലോ, മരുഭൂമിയിലെ ചോടും തോരനും എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അതുകൊണ്ട് നീ കാശ് സൂക്ഷിച്ച് ചെലവാക്കണം എന്ന്
നിന്റെ സ്വന്തം സീതലവി. കരിമുകിലേ നീ കരഞ്ഞു തീർക്കാൻ ഉണ്ടോ ജീവിതം? ഉള്ള ജീവിതം കരഞ്ഞു തീർക്കാമോ? ആ കഥ കേട്ട് നടുങ്ങി ഞാൻ നടുക്കടലിൽ കര കാണാതായ ജീവിതം. ജീവിച്ചത് കൊതി തീരില്ല ജീവിക്കാൻ മാത്രം നമ്മുടെ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരമാകും. എടി മക്കളെ, സന്യാസിച്ച് പറഞ്ഞിട്ട് പോയത് കേട്ടാ? ഏറിപ്പോയാ ഒരാഴ്ച നമ്മുടെ സങ്കടങ്ങളൊക്കെ തീരാൻ പോവാടിയേ. ഞാൻ നോക്കൂല. നേരെ ദേശവാസി സമാധാൻ സമാധാൻ. വണ്ണം കെട്ട് ഈ അമ്മമാർക്ക് അറിയില്ല. അറിയാലോ, തീപ്പറ്റി കൂട് മുതൽ വിമാനത്താവളങ്ങളും വമ്പൻ തുറമുഖവുമുള്ള ബിസിനസ് സാമ്രാജ്യത്തിന്റെ കുലവൻ. അറിയാലോ. പേരെ പേരെ ചായ ചായ എന്ന് പറഞ്ഞ- ആ ചായ ചായ വടപ്പം ചായ ചായ വടപ്പം ചായ ചായ വടപ്പം. അയ്യോ, ഒരു നിമിഷം ഞാൻ അതോട്ട് പോയി. റെയിൽവേ സ്റ്റേഷനുകളിൽ ചായ വിറ്റ് നടന്നപ്പോൾ നല്ല സന്യാസിയാക്കിയത് ഈ ഞാനാ. അതുള്ളതാ അതുള്ളതാ. അപ്പൊ എന്നെ സന്യാസിയാക്കിയതിന്റെ പിന്നില് എനിക്ക് ചില ഗൂഢ ലക്ഷ്യങ്ങളുണ്ട്. ഉണ്ടല്ലോ, അതിന് ഗുണം വേണം, ഗുണം. കിട്ടിയിരിക്കും. എന്നെ സന്യാസിയാക്കിയത് അമ്പൂരെ പോലുള്ളവരല്ലേ. അപ്പൊ പിന്നെ ഗുണം കിട്ടും. നിങ്ങൾക്കറിയോ, ഇതെന്റെ ഒരു സ്വപ്നം. ഈ കാണുന്ന ചെടിയും ആ കണ്ണത്താ സ്ഥലവും ആ വീടും എനിക്ക് കിട്ടണം. കിട്ടിയിരിക്കും. അതിന് എന്ത് തന്ത്രവും സ്വീകരിക്കാം. സ്വീകരിക്കും. അറിയാലോ, ലക്ഷ്യമാണ് പ്രധാനം. ആദ്യം പ്രവൃത്തി, പിന്നെ മതി സംസാരം. ചെല്ല. ഭാരതി, ഭാരതി, കൃഷ്ണദാ ജാഗ്രത. ഇതാരാ? നേരത്തെ സന്യാസിച്ച് വന്നേ. എടി മക്കളെ എണീറ്റ്. സന്യാസിച്ച് വന്നോടെ എണീക്ക്. ഇറങ്ങി പോടി അങ്ങ്. പോടി വാ അങ്ങട്. സന്യാസിച്ച് വന്നാട്ടെ. ഓ ധർമ്മയുദ്ധസ്യ സമയ സമാഗത. ഏ? ധർമ്മയുദ്ധത്തിനുള്ള സമയം സമാഗതായിന്ന്. യുദ്ധം. ഇനിയിപ്പോ ഇവിടെ ധർമ്മക്കാരെ കൊണ്ട് നിറയും. ഇനി യുദ്ധത്തിന്റെ ഒരു കുറവുള്ളൂ. അല്ലെങ്കിൽ തന്നെ ഇയാള് കുടുംബം വളർന്നോണ്ടിരിക്കുക. സന്യാസിച്ച് കറിയാണോ? ഈ ചേച്ചി കാരണം
ഭാര്യമ്മേ, ഓ എന്റെ കുഞ്ഞു മക്കളെ, എന്താ സന്യാസിച്ചാ? ഞാനിനി പറയാൻ പോകുന്നത് ഈ വീടിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഇത് നമ്മുടെ രണ്ടാം സ്വാതന്ത്ര്യ സമരമാണ്. വേറെ സമരല്ലടി, രണ്ടാം സ്വാതന്ത്ര്യ സമരം. ഇനി നമ്മൾ കുറച്ച് ഉപ്പ് തിന്നു ദണ്ഡി യാത്രക്ക് പോട്ടെ. നോം നിങ്ങളോട് വലിയൊരു ത്യാഗം ചെയ്യുവാൻ ആവശ്യപ്പെടുകയാണ്. ത്യാഗോ? ഭാര്യമ്മേ, ഉപവസ്യ. കുറച്ചു ദിവസം നമുക്ക് ചില ബുദ്ധിമുട്ടുകൾ സഹിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ വളരെ വലിയ സൗഭാഗ്യമുള്ള ദിനങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. എന്റെ പൊന്നു ഭാര്യമ്മേ, നിങ്ങളുടെ ഈ കഷ്ടപ്പാടിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആരാണ് ഇതിന് ഉത്തരവാദി? പറയേ. നിങ്ങൾ കൊടുക്കാൻ വസ്ത്രങ്ങളുണ്ടോ? ഇല്ല. കഴിക്കാൻ ഭക്ഷണമുണ്ടോ? ഇല്ലാന്നേ. കത്തിക്കാൻ വിറകുണ്ടോ? അതുമില്ല. എന്തിനേറെ ശൗചാലയമെങ്കിലും ഉണ്ടോ? പറ, ആരാണ് ഇതിന് ഉത്തരവാദി? ആരാണ് അംഗവാദി? ഭാര്യമ്മേ, ഒന്ന് ആലോചിച്ചു നോക്കിയേ, നിങ്ങൾ ഈ കഷ്ടപ്പാടുകൾക്ക് ആരാണ് ഉത്തരവാദി? ഇത്രയും നാൾ നിങ്ങൾ അനുഭവിച്ച ഈ ക്ലേശങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോ നമ്മുടെ ഹൃദയം വിങ്ങിപ്പൊട്ടുകയാണ്. അല്ല ഭാര്യമ്മേ, ഭവതിക്ക് 3-4 ഭർത്താക്കന്മാർ മാറി മാറി ഉണ്ടില്ലേ? ഇല്ലട്ടാ, 2. അവരെങ്കിലും ഈ കാര്യത്തിൽ ശ്രദ്ധിച്ചോ? ഇല്ലാന്നേ. ഈ മുകളിലിരിക്കുന്നവനല്ലേ ഇതിന്റെ ഉത്തരവാദി? അവൻ തന്നെ. കാലെടുത്ത് വെച്ച നിമിഷം ഞാൻ ചിന്തിച്ചതാ അവരെ എങ്ങനെ ഒഴിവാക്കണമെന്ന്. നിങ്ങൾക്ക് ലഭിക്കാനുള്ളത് നിങ്ങൾക്ക് കിട്ടും, അവരുടെ സ്വത്തും നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ എല്ലാ സൗഭാഗ്യങ്ങളോടും കൂടെ ഇവിടെ ഈ വീട്ടിൽ നമ്മൾ സുഖമായി ജീവിക്കും. എങ്കിൽ ഞാൻ ഈ ചേരിക്ക് തീ കൊടുക്കാൻ പോവാ. അയ്യോ, നമ്മുടെ വീട് കത്തില്ലേ? ആളുകൾ മരിക്കില്ലേ? പോലീസ് പിടിക്കില്ലേ? ഭക്തജനങ്ങളെ ശാന്തരാകുവിൻ. ആരും നമ്മളെ സംശയിക്കില്ല. കാരണം നമ്മൾ ആദ്യം തീ കൊടുക്കുന്നത് ഈ വീടിനായിരിക്കും. അയ്യോ അമ്മേ, അപ്പൊ നമ്മളെവിടെ താമസിക്കാമേ? എനിക്കൊന്നും മനസ്സിലാവണില്ലല്ലോ. ആകെയുള്ള കിടപ്പാടും കൂടി കത്തിക്കാൻ പോവാണോ സന്യസിച്ച? ഭാര്യമ്മേ, ഉപവസ്യ. ഇല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ സംശയിക്കില്ലേ? അത് ശരിയാട്ടാ. അതുകൊണ്ട് ഈ വീടിനായിരിക്കണം നമ്മൾ ആദ്യം തീ കൊടുക്കേണ്ടത്. അവിടെ നിന്നും തീ മറ്റു വീടുകളിലേക്ക് പടർന്നു
പടർന്ന് പടർന്ന് ഈ ചേരി മുഴുവൻ കത്തിച്ചാമ്പലാകും. അപ്പോ അവർ താനെ ഒഴിഞ്ഞു പോകും. സർക്കാരിൽ നിന്നും നിങ്ങൾക്ക് കിട്ടേണ്ട നഷ്ടപരിഹാരം നാം നിങ്ങൾക്ക് വാങ്ങിത്തരാം. മനസ്സിലാണോ കള്ള സന്യാസി? വീട് കത്തിച്ച് ഉള്ള നഷ്ടപരിഹാരമായിട്ട് മുങ്ങാനാണ് പരിപാടി. കൂടി കുടുംബത്തിന് മോളെ നീയാണ് സൂക്ഷിച്ചോട്ടാ. കുറ്റം പറയാൻ നിൽക്കണേ. എല്ലാ കുടുംബത്തിലും ഉണ്ടാവും ഇതുപോലൊരു തീവ്രവാദികള്. അങ്ങനെ ഈ വീട് നമ്മൾ മണിമാളികയാക്കും. 2-3 ദിവസം ഏറിയാൽ ഒരാഴ്ച നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വരും. പിന്നെന്താ? ഒരു തുണിക്കഷണം പോലും എടുക്കരുത്. മറ്റുള്ളവർ നമ്മളെ സംശയിക്കില്ലേ? ഞാൻ എന്തൊരു മണ്ടി, ഞാൻ അത് ഓർത്തില്ല. രണ്ടുപേരും തെക്കേ പുറത്തോട്ട് പോയാട്ടെ. ചേരി കത്തുന്നത് കണ്ടാസ്വദിക്കും. അയ്യോ വീടല്ല, നാടല്ല, ഒരു രാജ്യം കത്തിച്ചാമ്പലായിക്കൊണ്ടിരിക്കും. ഭയം കൊണ്ടൊരു വീട്, ഭയം കൊണ്ടൊരു നാട്, ഭയം കൊണ്ടൊരു രാജ്യം, ഭയം കൊണ്ടൊരു തുണിക്ക് മറുതുണിയില്ലാത്തവർ എങ്ങനെ പ്രതിഷേധിക്കാം? നിങ്ങൾ ഭക്ഷണം കഴിച്ചു എന്നാരും ചോദിക്കില്ല. നിങ്ങൾക്ക് വീടുണ്ടോ? അതും ആരും ചോദിക്കില്ല. നിങ്ങൾ കൊടുക്കാൻ തുണികളുണ്ടോ? തുണി ഇനി
ഒരൊറ്റ ഡ്രസ് കോഡ് അതും മതി. കോപ്പ് എന്താണ്? ആ മൂലിക വന്നിട്ട് കളറുടിയാണ്. എന്തെങ്കിലും ചെയ്യ. നീലക്കൺമുനയാൽ തടംബമലമാല്യം നീട്ടി ഉൾത്താരിലെ താളത്താൽ തുടികൊട്ടി നിൻപുകൾ പുലർത്തിയിടുന്ന നൂറ്റാണ്ടുകൾ. വരിക ഗന്ധർവഗായക വീണ്ടും വരിക കാത്തു നിൽക്കുന്നിതാകാലം. വരിക ഗന്ധർവഗായക വീണ്ടും വരിക കാത്തു നിൽക്കുന്നിതാകാലം. വരിക മാനവാത്മാവിന്റെ ചോര മധുരനാദ മലർമഞ്ജരികൾ. വരിക മാനവാത്മാവിന്റെ ശോക മധുരനാദ മലർമഞ്ജരികൾ. ഇണയവേർപെട്ട പക്ഷിതൻ ദുഃഖം ഇണപിരിഞ്ഞൊരു യക്ഷന്റെ ദുഃഖം ഇനിയും നിന്നു വിരുമ്പും ഈ മണ്ണിൽ. ഇനി വരില്ലേ വരില്ല നീ വീണ്ടും. ഇണയവേർപെട്ട പക്ഷിതൻ ദുഃഖം ഇണപിരിഞ്ഞൊരു യക്ഷന്റെ ദുഃഖം ഇനിയും നിന്നു വിരുമ്പും ഈ മണ്ണിൽ. ഇനി വരില്ലേ വരില്ല നീ വീണ്ടും. വരിക ഗന്ധർവഗായക വീണ്ടും വരിക കാലോർത്തു നിൽക്കുന്ന കാലം. വരിക ഞങ്ങതൻ കൈകളിലേക്കാ മധുരനാ